ശ്രീരാമന്റെ സന്തത സഹചാരിയായ ഹനുമാന് ഒരിക്കൽ സീതാദേവി ഏറ്റവും മൂല്യമുള്ള പവിഴമുത്തുകളുടെ ഒരു മാല സമ്മാനമായി നൽകി. സന്തോഷത്തോടെ അത് കഴുത്തിലണിയും എന്നെല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ ഹനുമാൻ ചെയ്തത് മറ്റൊന്നായിരുന്നു. ഹനുമാൻ മാലയിലെ ഓരോ മുത്തുകളും അടർത്തിയെടുത്ത് അതിനെ പൊട്ടിച്ചു നോക്കിക്കൊണ്ടിരുന്നു. കളിപ്പാട്ടത്തിന്റെ മൂല്യമറിയാതെ അത് തല്ലി തകർക്കുന്ന ഒരു കൊച്ചു കുട്ടിയെപ്പോലുള്ള ഹനുമാന്റെ പെരുമാറ്റം രാമനെയും സീതയെയും അമ്പരപ്പിച്ചു. തന്റെ സമ്മാനം പാഴായി പോവുന്നത് സീത വിഷമത്തോടെ നോക്കിയിരുന്നു. നമസ്കാരം. ഹനുമാനെക്കുറിച്ച് അറിയാത്തവരായി ആരുമുണ്ടാവില്ല. നിങ്ങൾ പല കാലങ്ങളിലായി പലയിടങ്ങളിലായി കേട്ടിട്ടുള്ള ഹനുമാൻ കഥകളെ ഒരുമിച്ച് കോർത്തിണക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഇവയിൽ ചിലത് നിങ്ങൾക്ക് പുതിയതാകാം. ഹനുമാന്റെ ബാല്യകാല കഥകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹനുമാന് എങ്ങനെയാണ് പേര് വന്നത്? അതിന് പിന്നിലെ കഥ ഇപ്രകാരമാണ്. ചുവന്നു തുടുത്ത സൂര്യനെ കണ്ട് അതൊരു പഴമാണ് എന്ന് കരുതി കുട്ടി ഹനുമാൻ അതിനെ തിന്നാൻ ആകാശത്തേക്ക് ആഞ്ഞു. സൂര്യനെ വിഴുങ്ങാനായി കുട്ടി ഹനുമാൻ വരുന്നത് കണ്ട് ഇന്ദ്രൻ ചാടിയിറങ്ങി തന്റെ വജ്രായുധം പ്രയോഗിച്ചു. വജ്രായുധം കൊച്ചു ഹനുമാന്റെ താടിയിലാണ് കൊണ്ടത്. ഹനുമാൻ ഭൂമിയിലേക്ക് പതിച്ചു. തന്റെ കുഞ്ഞ് മുറിവേറ്റ് കിടക്കുന്നത് കണ്ട് വായു ഭഗവാന് അതിയായ വേദനയുണ്ടായി. വായു ഭഗവാൻ കുട്ടി ഹനുമാനെയും എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോയി. വായു ഭഗവാൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം ശ്വാസം മുട്ടി വായു ഇല്ലാതെ ഭൂമിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയെത്തി. ഇത് കണ്ട ദേവന്മാർ പാതാളത്തിലേക്ക് ചെന്ന് വായു ഭഗവാനെ സാന്ത്വനപ്പെടുത്തി. അവർ ഹനുമാനെ അനുഗ്രഹിച്ചു. ശേഷം ഹനുവിൽ അഥവാ താടിയിൽ മുറിവേറ്റവൻ എന്ന് അർത്ഥം വരുന്ന ഹനുമാൻ എന്ന പേര് വായുപുത്രന് നൽകി ദേവന്മാർ യാത്രയായി. ഹനുമാൻ അതീവ ശക്തിയും അതിനൊത്ത ബുദ്ധിയുമുള്ള ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു. ആദ്യം പറഞ്ഞു തുടങ്ങിയ കഥയിലേക്ക് തിരികെ വരാം. ഇത്ര ബുദ്ധിശാലിയായ ഹനുമാൻ എന്താണ് പവിഴമാലയുടെ വില തിരിച്ചറിയാതെ പൊട്ടിച്ചു കളഞ്ഞത്? ഇത് കണ്ട രാമൻ ഹനുമാനോട് തന്നെ ചോദിച്ചു, അല്ലയോ ഹനുമാൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സമ്മാനമായി കിട്ടിയ ഈ പവിഴമാല എന്തിനാണ് നശിപ്പിക്കുന്നത്? ഇതിൽ ഞാൻ അങ്ങേ തിരയുകയായിരുന്നു. ഈ പവിഴമുത്തുകളിൽ ഒന്നിലും അങ്ങേ കാണാൻ കഴിഞ്ഞില്ല. അങ്ങില്ലാത്ത ഒന്നും എനിക്ക് സമ്മാനമായി വേണ്ട. ഹനുമാന്റെ രാമഭക്തി കണ്ട അവിടെ കൂടിയിരുന്നവരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത് കണ്ട് സീതാദേവി ഹനുമാനോട് ഒരു ചോദ്യം ചോദിച്ചു. ശ്രീരാമനില്ലാത്ത ഒന്നും വേണ്ട എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ നിന്റെ ശരീരത്തിൽ ശ്രീരാമൻ ഇല്ലെങ്കിലോ? ഹനുമാന് മറുപടി പറയാൻ ഒരൽപ്പവും ശങ്കയുണ്ടായില്ല. ശ്രീരാമൻ ഇല്ല എങ്കിൽ എന്റെ ശരീരവും ഞാൻ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ ഇരു കരങ്ങളും കൊണ്ട് തന്റെ ചങ്ക് തുറന്നു കാണിച്ചു. അതിനുള്ളിൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ചിത്രം കണ്ട് ഏവരും അത്ഭുത സ്തബ്ധരായി. ഇരുവരും ഹനുമാനെ അനുഗ്രഹിച്ചു. രാമനാമം ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെയെല്ലാം ഹനുമാനും ഉണ്ടായിരിക്കുമെന്ന അനുഗ്രഹമാണ് അവർ നൽകിയത്. എവിടെ രാമനാമം ജപിക്കുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ പ്രത്യക്ഷനാണ് എന്നതാണ് ഇന്നും ഹൈന്ദവ വിശ്വാസം.